സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ കൂട്ടത്തിൽ നമ്മയും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. മനോഹരമായ ഒരു പാട്ട് ആയിരുന്നു കേട്ടിരുന്നത്. മസ്നവി രചിച്ചതിലെ മസ്നവിന്റെ രചന വല്ലാത്തൊരു രസകരമായ രചന തന്നെയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീടും കേൾക്കാം. ഞാൻ കുറച്ച് ഈ സമയത്ത് നമ്മൾ മൈക്ക് എടുക്കുന്നത് കാരണേ പ്രതീക്ഷിച്ചിരിക്കുന്ന ചില ആളുകളുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയം നടക്കുമ്പോഴും മൈക്ക് ആവശ്യപ്പെടാൻ കാരണം. കുറച്ച് വൈകിട്ടുണ്ട്. വൈകാനുള്ള കാരണം ആ മുസാഹറാണ് കഴിഞ്ഞോട്ടെന്നാണ്. ഇവിടെ കുറെ മുത്തഅല്ലിമീങ്ങളായ ആളുകളും വലിയമാരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് ഈ മുസാഹറ പഴയ കാലത്ത് ആക്രമിപ്പിച്ച് വീഴ്ത്തില്ല എന്ന് പറയുന്നത് പള്ളി ദിവസത്തിൽ വല്ലാത്ത രസമുള്ള സംഭവമായിരുന്നത്. അതിങ്ങനെ നേരിട്ട് കേൾക്കുമ്പോഴാണ് അതിൽ എല്ലാവരും ആകൃഷ്ടരായത് കൊണ്ടാണ് മൈക്കെടുക്കാതിരിക്കാൻ കാരണം. മറ്റൊരു കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലിപ്പ് കേൾക്കുകയായിരുന്നു. പടച്ചറബേ, ഓരോ ക്ലിപ്പുണ്ട് നമുക്ക് കിട്ടിയിട്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി പ്ലേ ചെയ്യും. വളരെ മനോഹരം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഉഷാറായ തോന്നിയാസനങ്ങളോ അല്ല ഒന്നുമല്ല. തോന്നിയാസനുള്ള ക്ലിപ്പൊക്കെ നമ്മൾ വേറെ ഭാഗത്ത് എടുത്തുവെച്ചിരിക്കുകയാണ്. അതൊന്നും പ്ലേ ചെയ്യില്ല ഇൻഷാ അല്ലാഹ്. കാര്യങ്ങൾ പഠിക്കാനുള്ള പിന്നെ നല്ല നല്ല ക്ലിപ്പ് ചെയ്യേ. ആ മുടിയെക്കുറിച്ച് അവരുടെ ഉള്ളിലുള്ള ആളുകൾ തുറന്ന് പറയുന്ന ക്ലിപ്പുകൾ, അതിന്റെ അനുഭവസ്ഥരായ ആളുകൾ തുറന്ന് പറയുന്നത്. ഈ ജിഷാമാൻ ഇതൊക്കെ ഇതുവരെ പുറത്തു വിടാഞ്ഞത് ഇന്നാ പുറത്തു വിടല്. എല്ലാത്തിനും ശമ്പളം എനിക്ക് സായിക്കൂല കേട്ടോ. എനിക്ക് എന്നെ സംബന്ധിച്ച് ഉണ്ടല്ലേ, നമുക്കൊരു സ്വകാര്യം കിട്ടിയാലേ ആരോടും പറയാൻ പറ്റാത്ത ഒരു കാര്യം നമ്മൾ കേൾക്കുമ്പോ തന്നെ ആരോടും പറയരുതെന്ന് പറഞ്ഞ ഒരാൾ പറയല്ലേ. എന്നാലും അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാവും ഇത് എന്നോടൊന്നും പറയണം എന്നുള്ളത്. നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുണ്ടല്ലോ, അവനോടൊന്ന് പറയണം എന്ന ആ ചിന്തയോട് കൂടി നമ്മൾ അത് കേൾക്കാനേ ചെയ്യുള്ളൂ. അതൊരു ഒരു എന്തായാലും പറയാ, ഒരു പ്രകൃതി സ്വഭാവം അങ്ങനെ പറയാൻ പറ്റുമോ അതിനല്ലേ. നമ്മുടെ റൂമിൽ ഒരു സാധനം കുറെ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ കുട്ടിയോട് പറഞ്ഞിട്ട് ഇതാ നിങ്ങളാരും തൊടരുത്തിട്ടാറിനാല് വേറെ കാര്യത്തിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ഒരു സാധനം അത് നിങ്ങളാരും തൊടരുത്തിട്ടാറിനാൽ കുട്ടികൾ ആദ്യം അതാളെ പോയി വെക്കുക അല്ലെ. ആ തൊടരുത് പറഞ്ഞ കാര്യമാണ് കുട്ടികളും പോയി തൊട്ട് വെക്കുക. അതിനേക്കാൾ ഉഷാറുള്ള സാധനങ്ങൾ അവിടെ വേറെ ഇരിക്കുന്നുണ്ടെങ്കിലും യൂണിവേഴ്സൽ ട്രൂത്താണ് അങ്ങനെ പറയാ, മനുഷ്യ സഹജം. അതുപോലെ ഇവന്റെ അടുത്ത് ഈ കണ്ട ക്ലിപ്പൊക്കെ ഇത്രയും അങ്ങനെ കനപ്പെട്ട ക്ലിപ്പുകളൊക്കെ ഉണ്ടായിട്ട് ഇതുവരേക്കും പുറത്തു വിടാതെ അങ്ങനെ അല്ലേ. അവനെ നോവിച്ചപ്പോൾ, ഇഷാനെ നോവിച്ചപ്പോൾ ഞാൻ പറയുന്നത് പിന്നെ ശരിയാണ്, എന്റെ ഭാഗത്ത് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത മൂപ്പർക്കുണ്ടല്ലോ. അതുണ്ടല്ലോ അല്ലേ. അവന് മൂപ്പരെ നോവിപ്പിക്കുമ്പോ എന്റെ ഭാഗത്ത് തെറ്റില്ല, ഞാൻ ആ വിഷയത്തിൽ തികച്ചും സത്യസന്ധനാണെന്ന് തെളിയിക്കേണ്ടത് ബാധ്യത മൂപ്പർക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഇന്നൊരു പുതിയ ക്ലിപ്പ് ഇറങ്ങിയതാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി എല്ലാവരും നന്നായിട്ട് പ്രചരിപ്പിക്കണം. അതൊക്കെ എല്ലാവരും കേൾക്കേണ്ട ഒരു വിഷയമാണത്. അതെല്ലാവരും ശരിക്കും കേൾക്കേണ്ടത് തന്നെയാണ്. സാധാരണ ആണെങ്കിൽ പറയാറുണ്ട് ഞെട്ടിപ്പിക്കും ക്ലിപ്പുകൾ എന്നല്ലേ, ഞെട്ടിപ്പിക്കും ക്ലിപ്പുകൾ എന്ന് പറയാറുണ്ട്. എന്നിട്ട് പറഞ്ഞാൽ അത് ചിലൊരു ആൾക്കാർ പറയും പിന്നെ കോഴി കോട്ടുവായിട്ട മാതിരിന്ന്. അത് ഞെട്ടണമെങ്കിൽ എന്ത് വേണിച്ചിട്ടുണ്ട, ഞെട്ടണമെങ്കിൽ കുറച്ച് ലജ്ജ വേണം. ലജ്ജയുള്ളവരെ ഞെട്ടുള്ളൂ. ഹയാ ഈമാനിൽപ്പെട്ട ആളോ അല്ല, ഹയാ മിനൽ ഈമാൻ, ഹയാ ഈമാനിൽപ്പെട്ടതാണ്. അപ്പൊ ഹയാ ഇല്ലാത്ത ആളുകളോട് ഇപ്പൊ ഇതാപ്പോ നോക്കൂലോല് അല്ലേ. തീരെ ലജ്ജ ഇല്ലാത്ത ഒരാളോട് ഇപ്പൊ ആളുടെ മുമ്പില്. അതേ സമയത്ത് ഒരു ഹയാ ഉള്ളൊരു വ്യക്തിയാണെങ്കിലോ ഞാനൊരിക്കൽ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. പട്ടിക്കാട് അച്ചുൽഫൈസിക്ക് അറിയാലോ. പിന്നെ മൊയ്തീൻകുട്ടി ഉസ്താദ് ഉണ്ട്. ഏത് മൊയ്തീൻകുട്ടി ഉസ്താദ്, പട്ടിക്കാട് ജാമ്യത്തെ ഉസ്താദ് ഉണ്ടല്ലോ, മൊയ്തീൻകുട്ടി ഉസ്താദ് കോട്ടുമലക്കാരൻ. വല്ലാത്ത മനുഷ്യനെ ഭയങ്കര മഹാപാവാണ്. പൊതുരംഗത്തൊക്കെ തീരാണ്ടാവൂല. ഇമാമും കൂടി നിൽക്കൂല. ഇമാമ് നിന്ന് മുപ്പത് സ്കരിക്കും ചെയ്യൂല. ദർസ് നടത്തുക ഒരു പണി മാത്രമേ ഉള്ളൂ. ഒരിക്കൽ മൂപ്പർ ഞങ്ങളുടെ ക്ലാസ് എടുക്കാൻ വരുമ്പോ മൂപ്പരുടെ പേന, ഈ മഷിപ്പാരിന്റെ പേനയാണെന്നൊക്കെ, പേന എന്ത് ചെയ്ത് മൂപ്പര് തുറന്നതിന് ശേഷം അതിന്റെ ടോപ്പ് അതിന്റെ പിന്നിൽ തിരികെ വെക്കുമല്ലോ. എന്നിട്ട് മൂപ്പരെന്ത് ചെയ്ത് ആ പേന നേരത്തെ മൂപ്പരെ കീശ കുത്തി. അത് ഊരിട്ട് അത് അടക്കാതെ അത് നേരെ കീശ കുത്തി വെച്ച് നോക്കുമ്പോൾ കുറച്ചു നേരം പിന്നെ അവിടേക്കാകെ മഷി പറഞ്ഞിട്ടുണ്ടോ. അതിപ്പോ അധികമൊന്നുമില്ല, കുറച്ച് മഷി പറഞ്ഞു. അപ്പഴാ മൂപ്പരെ കണ്ടിട്ടുണ്ട്. വേഗം മൂപ്പര് പിന്നെ ആ മഷി എടുത്തിട്ട്
പിന്നെ അല്ല പേരത്ത് വേറെ ശരിയാക്കി വെക്കുകയും ചെയ്തിരുന്നു. മൂപ്പര് ക്ലാസ്സിലേക്ക് വരുമ്പോ സാധാരണ വരണ മാതിരി മൂടി പോച്ചിട്ടാ വരുന്നത്. മുണ്ട് തലമങ്ങ ഇട്ടിട്ട് ആ മുണ്ടോണ്ട് ഇങ്ങനെ ആ മഷിന്റെ ഭാഗമൊക്കെ ശരിക്കും ഇങ്ങനെ മൂടിയിട്ട് അങ്ങനെ വരണം മൂപ്പര്. ഇനി മൂപ്പര് ഇങ്ങനെ ദിവസം നടത്തുമ്പോൾ ഇടക്കൊക്കെ ഞങ്ങളുടെ മുഖത്തേക്കും നോക്കും, മൂപ്പര് അങ്ങോട്ടും നോക്കും, പിന്നെ ഞങ്ങളുടെ മുഖത്ത് നോക്കും. ഇതിപ്പോ ആരും കാണുന്നുണ്ട്, എന്താപ്പത് ഒരു അവനാട്ട കുപ്പായത്തിന്റെ മേലെ കുറച്ച് മഷിയാതെ ആ കുട്ടികൾ കണ്ടിച്ചിട്ട് എത്ര ചോദിച്ച വിഷയപ്പത്. മൂപ്പർക്ക് മൂപ്പർ തുണി വെച്ചിട്ടമാരി ഉണ്ട്, വല്ലാത്തൊരു വഷളമാരി അത്. ഇടക്കൊക്കെ ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കുക, മൂപ്പരിങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ താഴത്തേക്ക് നോക്കുക അങ്ങനെ. അപ്പൊ എന്താണ് അല്ലേ, മൂപ്പർക്ക് ഇപ്പൊ അതൊക്കെ ഒരു ഭയങ്കര ഒരു അയ്പായി തോന്നാണ് മൂപ്പർക്ക്. അതേ സമയത്ത് ഇപ്പൊ വേറെ ചില ആൾക്കാർക്ക് പതൊന്നും ചില കുപ്പായം കീറി നിൽക്കുക, ഞാൻ ഒന്നാകെ മത്സ്യമായി, അതും വിഷയമില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ ഓരോ വിഷയത്തിനും അയ്ബ് അവന്റെ സമീപനം അനുസരിച്ച്, ഓരോ വിഷയങ്ങളോടും അവർക്കുള്ള സമീപനം അനുസരിച്ചാണ് അയ്ബും അയ്ബില്ലാത്തതൊക്കെ ഉണ്ടാവാറ് എന്ന്. ഒരു മാന്യനായ ഒരു മനുഷ്യനോട് ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ തന്നെ അവർക്കത് വല്ലാത്തൊരു വിഷമം ഉണ്ടാവില്ലേ, വല്ലാത്തൊരു വിഷമം ഉണ്ടാവും. അതേ സമയത്ത് ഒരു അങ്ങാടി പിള്ളേനെ ഒരു ഇങ്ങനത്തെ നടക്കണ കഴിയുമ്പോൾ ഉണ്ടാവുമല്ലോ, ഓരോട് കുറെയൊക്കെ പറഞ്ഞിട്ട് ഓർക്ക് വലിയ പ്രശ്നം ഉണ്ടാവും. അപ്പൊ അതാണ് ആ വിഷയം. ഇവിടെ ചിലപ്പോ ഉണ്ടാവും ഞെട്ടിപ്പിക്കും ക്ലിപ്പ് വരുമ്പോ അത് പിന്നെ പറയാ ഇതൊന്നും ഞെട്ടിട്ടില്ലായിരുന്നല്ലോ അവര്. അത് ഞെട്ടായിരിക്കാനുള്ള കാരണമാണ്. അതിനേക്കാളും ഒക്കെ അപ്പുറം കള്ളത്തരം ചെയ്ത ഓർക്കന്നെ അറിയാം. അവർക്ക് തന്നെ അറിയുന്ന കുറെ വലിയ വലിയ കള്ളത്തരങ്ങൾ ഉണ്ട്. അത്ര വലിയ കള്ളത്തരം ഇപ്പൊ ഈ ക്ലിപ്പിൽ വന്നിട്ടില്ല എന്നുള്ള കാരണമാണ് അവർ ഞെട്ടാത്തത്. അപ്പൊ അതാണ് സംഭവം. കാരണം അപ്പൊ വലിയ വലിയ കള്ളത്തരങ്ങൾ അവരുടെ അടുക്കൽ ഉണ്ട് എന്ന് ഇന്നത്തെ ക്ലിപ്പ് എന്നൊക്കെ മനസ്സിലായി. ഇന്നത്തെ ക്ലിപ്പ് അതുപോലെ മിഞ്ഞാന്നുണ്ടായാലും ഒരു ക്ലിപ്പില്ലേ, മിഞ്ഞാന്ന് 4 നാളത്തെ ഒരു ക്ലിപ്പ് പ്ലേ ചെയ്തിട്ട് വിശദീകരിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഇവരത്തെ ഇപ്പൊ ഇത് മാളത്തിയുള്ളത്. അത് അതിനേക്കാളും വലിയ ഞെട്ടൽ ആകെ ഞെട്ടിക്കണേ. പിന്നെ ഇതൊക്കെ നമ്മളിതൊക്കെ കേൾക്കണമ്പോ ഞെട്ടലില്ല. ആ മാളത്തിലുള്ളത് ഇപ്പൊ പുടിച്ചതിനേക്കാളൊക്കെ വലുതാണെന്നുള്ളത് ഓരോന്നും ഇങ്ങനെ വരുമ്പോഴാണ് അറിയുന്നത്. ഇൻഷാ അല്ലാഹ് അപ്പൊ അത്തരം ഒരു വിഷയം ഇന്നിവിടെ ചർച്ചക്കുണ്ടാകും രാത്രി ഇൻഷാ അല്ലാഹ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്കൊക്കെ ഹഖ് മനസ്സിലാക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അത് അല്ലാഹു തആലാന്റെ ഭാഗത്തുള്ള പ്രത്യേക തൗഫീഖ് വേണം. അല്ലാതെങ്കിൽ അല്ല എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, എന്ത് പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല. അത് അല്ലാഹു തആലാന്റെ ഭാഗത്തുനിന്ന് ഒരു സത്യം ഒരാൾ പറഞ്ഞു, അത് സ്വീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്തവർക്ക് തന്നെ സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, അദ്ദേഹം ലണ്ടനിലാണ് ഉള്ളത്. നമ്മുടെ ക്ലാസ് റൂമിൽ എപ്പോഴും ഉണ്ടാകുന്ന ആളാണ്. ആളെ പേര് പറഞ്ഞിട്ട് പിന്നെ സുഹൃത്തുണ്ടാവും നമുക്കറിയില്ല. ഏതായാലും നമ്മുടെ PM-ലൂടെ ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്ന ആളുകളുടെ പേരൊന്നും അങ്ങനെ പറയാറില്ല. ലണ്ടനിലാണ് അദ്ദേഹം. ഒരു ഹലാലായ ജോബ് അന്വേഷിക്കുകയാണെന്ന് പറഞ്ഞു. അത് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഹലാലായ നല്ല ഒരു ജോലി, അദ്ദേഹത്തിന്റെ മനസ്സിന് സംതൃപ്തി നൽകുന്ന ഹലാലായ നല്ല ഹലാലായ രീതിയിൽ സമ്പാദിക്കാൻ സാധിക്കുന്ന നല്ലൊരു ജോലിയും അതിൽ അല്ലാഹു ഖൈറും ബർക്കത്തൊക്കെ പ്രദാനം ചെയ്യട്ടെ. എത്രയും വേഗം അത്ര നല്ലൊരു ജോലി അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ശരിയാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ആ ജോലി മൂലം അദ്ദേഹത്തിന്റെ കുടുംബത്തിനും മുസ്ലിം ഉമ്മത്തിനും അത് കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദിന്റെ ഔദ്യോഗിക സമയത്ത് വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉസ്താദെ തയമ്മം ചെയ്യുമ്പോൾ മണ്ണിലേക്ക് അടിച്ച് കൈ തമ്മിൽ മുട്ടി മണ്ണ് കയ്യിൽ നിന്നും നീക്കിയതിന് ശേഷമാണോ അംഗങ്ങൾ തടവേണ്ടത്, അതല്ല മണ്ണോട് കൂടിയാണോ? മണ്ണ് കയ്യില്, ആദ്യം പറയാം, മണ്ണ് കൈ മണ്ണിലടിച്ചു, 2 കൈ കൊണ്ടും മണ്ണിൽ അടിച്ചു. എന്നിട്ട് അത് തഖ്ഫീഫാക്കൽ നല്ലതാണെന്ന്. തഖ്ഫീഫാക്കാൻ എങ്ങനെ? ആ മണ്ണ് കയ്യിലടിച്ച് എന്നിട്ട് ആ കൈയൊന്ന് 2 കൈയും തമ്മിലൊന്ന് കൂട്ടിമുട്ടുക. ഒരു കൈ മറ്റേ കൈമിലൊന്ന് കൂട്ടിമുട്ടിക്കുക. അപ്പം എന്ത് ചെയ്യും? വല്ലാതെ ഉള്ള പൊടിയൊക്കെ ഉണ്ടല്ലോ, ആ പൊടിയൊക്കെ കണ്ട് കൊഴിഞ്ഞു പോകും. എന്നിട്ട് ബാക്കിയുള്ളത് കൊണ്ട് എന്ത് ചെയ്യുക? മുഖം തടവുക. അതാ. പിന്നെ 2ാമത് പ്രാവശ്യം വീണ്ടും ആ മണ്ണിലടിക്കുക. എന്നിട്ട് കൈ ഒന്നുകൂടി മുട്ടുക. മുട്ടുമ്പോൾ ആ കൈമണ്ടാണ് കൂടുതൽ മണ്ണൊക്കെ കൊഴിഞ്ഞു പോകും. ബാക്കിയുള്ളത് കൊണ്ട് 2 കൈയും തടവുകയും ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ മുഖത്തൊക്കെ പോണ മണ്ണ് പിന്നെ ആക്കുക എന്നുള്ളതല്ല. ഇത് മണ്ണ് ആക്കുക, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചൊരു വിഷയമാണ്. അല്ലാഹു തആല കൽപ്പിച്ച കാര്യം ചെയ്യുക, അതാണ്.
വെള്ളം കൊണ്ട് വുളു ചെയ്യുക. വെള്ളം ഇല്ലേ എന്നാൽ മണ്ണിൽ അടിച്ചുകൊണ്ട് നിങ്ങൾ തേമം ചെയ്യുക. ഫഇല്ലം തജിദു മാഅൻ ഫതയമ്മമു. അതന്നെ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന സ്വീകരിക്കുക, അത്രയാ പദം അതിന്റെ ഒക്കെ ഉള്ളത്തെ വിഷയമായി. വെള്ളം കൊണ്ട് കഴുകിയാൽ ശുദ്ധിയാകും അല്ലേ? അത് നമുക്ക് ഊഹിച്ചാൽ കിട്ടുന്ന, നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന വിഷയമാണ്. എന്നാൽ മണ്ണ് ശരീരത്തിൽ പറ്റി അങ്ങനെ ശുദ്ധിയാവല് അങ്ങോട്ടൊന്ന് ആ നിലക്കല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അള്ളാഹു കൽപ്പിക്കുക, ദാസൻ സ്വീകരിക്കുക. അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. മുസ്ലിം അതാണ്. അള്ളാഹു യജമാനൻ കൽപ്പിക്കുന്നു, ദാസൻ സ്വീകരിക്കുന്നു. അതല്ലേ വലിയ പിന്നെ ഈമാൻ അല്ലേ? അപ്പൊ അതാണ് കൈ രണ്ടും മണ്ണിൽ അടിച്ച് ആ കൈ എന്താ ചെയ്യുക, രണ്ട് കൈയും തമ്മിലൊന്ന് ഒന്ന് കൂട്ടിമുട്ടിക്കുക. അപ്പോ ഒന്നുകൂടെ അടിക്കുക, ഒരു കൈ മറ്റേ കൈമൊന്ന് കണ്ട് അടിക്കുക. അപ്പൊ ആ മണ്ണൊക്കെ കണ്ട് കൊഴിഞ്ഞു പോകും, കുറെ മണ്ണൊക്കെ കണ്ട് കൊഴിഞ്ഞു പോകും, കൂടുതലുള്ള മണ്ണൊക്കെ കൊഴിഞ്ഞു പോകും. എന്നിട്ട് അതുകൊണ്ട് തടവുക. അതാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത്. കൈ തമ്മിൽ മുട്ടുമ്പോൾ പേപ്പറിൽ സൂക്ഷിച്ചു വെച്ച മണ്ണിലേക്ക് വന്നാൽ ആ മണ്ണ് കൊണ്ട് വീണ്ടും തേമം ചെയ്യാൻ പറ്റുമോ? മുസ്താമലായ ഫർളിൽ ഉപയോഗിക്കപ്പെട്ട മണ്ണ് ആവരുത്. അങ്ങനെയാണ്. അതായത് മുഖം തടവി അല്ലേ, മുഖം ആ മുഖത്ത് നിന്ന് കൊഴിഞ്ഞു പോകണ മണ്ണുണ്ടല്ലോ, അത് പിന്നെന്ത് ചെയ്യരുത്, കൈ തടവാൻ ഉപയോഗിക്കരുത്. അപ്പൊ ആ പേപ്പറിൽ മണ്ണുണ്ട്, ആ മണ്ണിലേക്ക് ഇങ്ങനെ കാട്ടിയിട്ട് മുഖം തടവരുത്. അപ്പൊ ആ മുഖത്തുള്ള മണ്ണൊക്കെ ആ പേപ്പറിലേക്ക് കൊഴിഞ്ഞു വിടാൻ സാധ്യതയുണ്ട്. അതാവരുത്, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ കൈ തടവുന്ന സമയത്ത് ആ പേപ്പറിലേക്ക് കാട്ടിട്ട് തടവാതിരിക്കുക. കാരണം എന്താ, ആ തടവിയ മണ്ണുണ്ടല്ലോ, ആ മണ്ണ് ആ പേപ്പറിലേക്ക് കൊഴിഞ്ഞാൽ പിന്നെ അത് ഫർളിൽ ഉപയോഗിക്കപ്പെട്ട മണ്ണാകും. അത് ചെയ്യരുത്, അത്രേ ഉള്ളൂ. ജയിലിൽ വേറെ ഇതുണ്ട്. ജയിലിൽ അകപ്പെട്ട ഒരാൾക്ക് നിസ്കാരം ഖളാ ആവുന്നതിനിടയിൽ വെള്ളം കിട്ടിയാൽ അയാൾക്ക് ജയിൽ ചുമരിൽ അടിച്ചു കൊണ്ട് തേമം ചെയ്ത് നിസ്കരിച്ചാൽ തേമമിന്റെ ഫലം കിട്ടുമോ? എന്താ അത്? വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ തേമം ചെയ്യാൻ പറ്റൂല. ജയിലിൽ താമസിക്കുന്ന ആളാണ്, അയാൾക്ക് വെള്ളം കിട്ടുമെന്ന് വെക്കുക. വെള്ളം കിട്ടിയാൽ പിന്നെ അവിടെ തേമം ചെയ്യാൻ പാടില്ല. അയാൾക്ക് വെള്ളം കിട്ടിയാൽ വെള്ളം ഉപയോഗിച്ച് വുളു ചെയ്തുകൊണ്ട് തന്നെ നിസ്കരിക്കണം, അത് നിർബന്ധമാണ്. അപ്പോൾ വെള്ളം ഉണ്ടായിരിക്കെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂല, തേമം ചെയ്യാൻ പറ്റൂല. നേരെ മറിച്ച് അയാൾക്ക് വെള്ളം കിട്ടിയില്ല, വെള്ളം അയാൾ ആവശ്യപ്പെട്ടു, വെള്ളം കിട്ടിയില്ല, അയാൾക്ക് വെള്ളം കിട്ടില്ല നിൽക്കുക. എന്നാൽ എന്ത് വേണം, എന്നാൽ അവിടെ തേമം ചെയ്ത് നിസ്കരിക്കണം. അത് മടക്കി നിസ്കരിക്കുകയും വേണം. പിന്നീട് വെള്ളം കിട്ടിയാൽ അത് മടക്കി നിസ്കരിക്കുകയും വേണം. യാത്രയിൽ വെള്ളം കിട്ടിയില്ല, അങ്ങനെ അന്വേഷിച്ച് നടന്നുകൊണ്ട് വെള്ളം കിട്ടിയില്ല നിൽക്കുക. എന്നാൽ പിന്നെ തേമം ചെയ്ത് നിസ്കരിച്ചാൽ മടക്കി നിസ്കരിക്കണ്ട. നേരെ മറിച്ച് യാത്രയിലല്ല പിന്നെയോ യാത്രക്കാരല്ല നിൽക്കുക. ജയിലിലാവട്ടെ ഇനി വീട്ടിലാവട്ടെ എങ്ങനെയാലും ശരി, യാത്രയിലല്ല. എന്നാൽ അവിടെ വെള്ളം കിട്ടിയില്ലെങ്കിൽ തേമം ചെയ്ത് നിസ്കരിക്കണം. പിന്നീട് വെള്ളം കിട്ടിയതിനു ശേഷം അത് മടക്കി നിസ്കരിക്കുകയും വേണം എന്നാണ്. പിന്നെ നിസ്കാരം കൊണ്ട് തേമം ചെയ്താൽ നിസ്കാരം സഹീ ആവും. അതിന്റെ എല്ലാ ഭാഗവും പറഞ്ഞു തരുമോ? ഇപ്പൊ നീ പറയാൻ തന്നെ ഉള്ളൂ, പറഞ്ഞല്ലോ. ഗൾഫിൽ നിന്നും ജുമുഅ നിസ്കരിക്കുമ്പോൾ മരണം വരെ ഹനഫി മദ്ഹബിനെ തഖ്ലീദ് ചെയ്യാൻ കരുതിയ ഒരാൾ എല്ലാ ജുമുഅ ദിവസവും വീണ്ടും നിയ്യത്ത് ചെയ്യേണ്ടതുണ്ടോ? അതൊന്നുമില്ല, അങ്ങനൊന്നുമില്ല. എല്ലാ ദിവസവും എല്ലാ വെള്ളിയാഴ്ച അതൊന്നും വേണ്ട. അപ്പൊ എല്ലാ സമയത്തും ഷാഫി മദ്ഹബ് അനുസരിച്ചാണ് ഞാൻ ഇങ്ങനെ നിയ്യത്ത് വെക്കണം, അത് വേണ്ടല്ലോ. അത് വേണ്ടല്ലോ. ഒരാളൊരു അമൽ ചെയ്യുമ്പോൾ അത് സഹീഹാവണം. അമൽ ചെയ്യുമ്പോൾ സഹീഹാവണം. അത് നമ്മുടെ മദ്ഹബ് അനുസരിച്ച് സഹീഹാവൂല. എന്നാൽ വേറെ മദ്ഹബ് അനുസരിച്ച് സഹീഹാവും നിൽക്കുക. എന്നാൽ ആ മദ്ഹബ് അനുസരിച്ചാണ് ഞാൻ ഈ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അതിനപ്പോ തഖ്ലീദ് ചെയ്യാന്ന് പറഞ്ഞാണ്. അപ്പൊ ഒരാളെന്ത് ചെയ്തു, ഗൾഫിലുള്ള ആളുകളാണ്, അവർക്ക് ഇപ്പൊ ഷാഫി മദ്ഹബ് അനുസരിച്ച് മിക്കവാറും പള്ളികളിലെ ജുമുഅ സഹീഹാവൂല. കാരണം ആ മഹല്ലി നിവാസികളായ 40 ആളുകളുമാണല്ലോ ജുമുഅ സഹീഹാണെങ്കിൽ. ആ മഹല്ലി നിവാസികളായ 40 ആളുകൾ വേണ്ടേ, എന്നാലും ജുമുഅ സഹീഹാവുള്ളൂ. ഇവിടെ പല പള്ളികളിലും ആ മഹല്ലി നിവാസികളായ 40 ആളുകൾ ഉണ്ടാവില്ല. 2, 3, 4, 5, 6 ഒക്കെ അറബികൾ ഉണ്ടാവും. അവരെന്നെ ചിലപ്പോൾ അവിടുത്തെ വേറെ ഒന്നിനും വന്നവരായിരിക്കാം.
അപ്പൊ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഒരിക്കലും അവരുടെ അവിടുത്തെ ജുമാ സഹിഹാവുകയില്ല അല്ലെ. നേരെ മറിച്ച് ഹനഫി മദ്ഹബിൽ അങ്ങനെയില്ല. ആ മഹൽ നിവാസികളെ കൊന്നില്ല, ജമാഅത്തായിട്ട് ജുമാ നടന്നാൽ മതി, ആ മഹൽ നിവാസികൾ ആവണമെന്നില്ല. ഹനഫി മദ്ഹബ് അനുസരിച്ച്. അപ്പൊ ഹനഫി മദ്ഹബ് തഖ്ലീദ് ചെയ്തുകൊണ്ടാകുമ്പോൾ തന്നെ ഇവിടുത്തെ ഈ ഇവിടെയുള്ള ജുമാകളൊക്കെ മിക്കവാറും സഹിഹാവുകയുള്ളൂ. അപ്പൊ ഒരാൾ അങ്ങനെ കരുതി നിൽക്കുക, ഏത് ഞാൻ ജുമാന്റെ വിഷയത്തിൽ ഞാൻ ഹനഫി മദ്ഹബുകാരനാണെന്ന് ഒരിക്കലും മനസ്സിലാക്കി, ഇനി പിന്നെ അതിങ്ങനെ പിന്നെ എല്ലാ വെള്ളിയാഴ്ച അതിങ്ങനെ മടക്കി വേറെ മനസ്സിലാക്കൊന്നും വേണ്ട, അതിന് വേണ്ടതില്ല എന്നർത്ഥം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പിന്നെ നൗ ഐ ആം ഇൻ ലണ്ടൻ, അത് നേരത്തെ പറഞ്ഞല്ലോ. നൗ ഐ ആം ഇൻ ലണ്ടൻ സെർച്ചിങ് ജോബ്, അത് നേരത്തെ പറഞ്ഞു. എന്തോ ആയിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ജോലിയാണ് കേട്ടെ, ഹലാല ജോലിയാണ് കേട്ടെ. ഉസ്താദ് വാദി ദവാസിർ എന്റെ സ്നേഹിതൻ ആക്സിഡന്റായി ഐസിയുയിലാണ്, ഉസ്താദ് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് എത്രയും വേഗം ശിഫ നൽകട്ടെ, അദ്ദേഹത്തിന് പൂർണ്ണ ആഫിയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും വേഗം നൽകട്ടെ. പൂർവ്വ അവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും വേഗം അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരട്ടെ. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അല്ലാഹു ഐശ്വര്യവും ഖൈറും ബർക്കത്തൊക്കെ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇന്ന് സുബ്ഹിക്ക് ഇമാം ഫാത്തിഹയിൽ ഇയ്യാക എന്ന ആയത്ത് ഓതാൻ മറന്നു. മൗമൂമിന്റെ നിസ്കാരം ശരിയാകുമോ? മൗമൂമിന്റെ നിസ്കാരം ശരിയാവൂല. ഇമാമിന്റെ നിസ്കാരം സഹിഹായിട്ടില്ല എന്ന് മൗമൂം അറിഞ്ഞാൽ പിന്നെ ആ ഇമാമിനോട് കൂടി തുടരാൻ പാടില്ല. ആ ഇമാമിനോട് കൂടെ തുടർന്നാൽ നിസ്കാരം സഹിയാവൂല. നിസ്കാരം തന്നെ സഹിയാവൂല. ഇമാമിന്റെ നിസ്കാരം ബാത്തിലാണ്. അപ്പൊ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഒരു ആയത്ത് ഫാത്തിഹയിൽപ്പെട്ട ഒരു ആയത്ത് ഓതാതെ എന്ത് ചെയ്ത് ഇമാം നിസ്കരിക്കാണ്. ഇമാമിനോട് ആ കാര്യം ഓർമ്മപ്പെടുത്തിയിട്ട് ഇമാം മടക്കി ഇതാകുന്നില്ല. അപ്പൊ ഇമാമിന്റെ നിസ്കാരം സഹിഹല്ല. ഇമാമിന്റെ നിസ്കാരം സഹിഹല്ലാതായാൽ പിന്നെ വേണ്ടത് എന്താ വെച്ചാൽ വേഗം മുഫാറക്കത്തിന് നിയ്യത്ത് വെക്കുക. ഞാൻ ഇമാമുമായി വിട്ടുപിരിയുന്നു എന്ന് മനസ്സിൽ കരുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒറ്റ നിസ്കരിക്കുക. അതന്നെ. ഇമാമിന്റെ നിസ്കാരം സഹിഹല്ല എന്നറിഞ്ഞാൽ പിന്നെ അയാളെ തുറന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാവുകയില്ല. നിസ്കാരം തന്നെ സഹിയാവൂല. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഒരു ചോദ്യം. ഒന്നാമത്തെ റക്അത്തിൽ സൂറത്ത് ഓതിയില്ലെങ്കിൽ രണ്ടാമത്തെ റക്അത്തിൽ ഓതുന്നതിൽ തെറ്റുണ്ടോ? തെറ്റില്ല എന്ന് മാത്രമല്ല, സുന്നത്ത് തന്നെയാണ്. ഒന്നാമത്തെ റക്അത്തിൽ സൂറത്ത് ഓതില്ല എന്നൊക്കെ മറന്നുകൊണ്ട് അവരെ കരുതി കൂട്ടിയോ ഓതില്ല. എന്നാലും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. ഒന്നാമത്തെയും രണ്ടാമത്തെയും റക്അത്തിലെ സൂറത്ത് ഓതൽ സുന്നത്താണല്ലോ. ഇനി ഒന്നാമത്തെ റക്അത്തിൽ കരുതി കൂട്ടി സൂറത്ത് ഓതില്ല, അല്ലെങ്കിൽ മറന്നുകൊണ്ട് സൂറത്ത് ഓതില്ല എന്നൊക്കെ. എന്നാലും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. സൂറത്ത് ഓതൽ നിർബന്ധമല്ലല്ലേ, സുന്നത്താന്ന കാര്യം അറിയാലോ. ഫാത്തിഹ മാത്രം ഓതി നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാകും. സൂറത്ത് ഓതല് സുന്നത്താണ്. അത് സുന്നത്ത് നിസ്കാരത്തിനും ഫർദ് നിസ്കാരത്തിലൊക്കെ സുന്നത്ത് തന്നെയാണ്. ആദ്യത്തെ രണ്ട് റക്അത്തിൽ. അപ്പൊ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്ത് ഓതില്ലെങ്കിൽ രണ്ടാമത്തെ സുന്നത്ത് തന്നെയാണ്. 2, വലിയ സൂറത്ത് ഓതുമ്പോൾ പകുതി വെച്ച് ബാക്കി മറന്നു പോയാൽ അവിടെ നിർത്തിയാൽ ശരിയാകുമോ? അത് ശരിയാകും. പിന്നെ ജോലി കിട്ടാൻ ദുആയിൽ ഉൾപ്പെടുത്തുമല്ലോ. അല്ലാഹു സുബ്ഹാനഹു നല്ല ജോലി പ്രദാനം ചെയ്യട്ടെ. വലിയ സൂറത്ത് ഓതുകയാണ്, എന്നിട്ട് അതിന്റെ ഇടയിൽ എന്ത് ചെയ്ത് ആ സൂറത്തിന്റെ കിട്ടാതായി നിൽക്കുക. കിട്ടാതായ പ്രശ്നമൊന്നുമില്ല, വേഗം റുക്കൂഅ് ചെയ്യാം. കാരണം സൂറത്ത് തന്നെ ഓതലേ സുന്നത്തുള്ളൂ എന്ന് നിർബന്ധം ഇല്ല. സൂറത്ത് തീരെ ഓതാതെ തന്നെ നിസ്കരിച്ചാലും നിസ്കാരം സഹിയാകും. അപ്പോ വലിയ സൂറത്ത് ഓതുകയാണ്, കുറച്ച് ഓതി പിന്നെ കിട്ടുന്നില്ല എന്നൊക്കെ വേറെ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. റുക്കൂഇൽ പോവുക. അതിന്റെ പേര് ഇനി സഹ്വിന്റെ സുജൂദ് ചെയ്യും വേണ്ട. നല്ല ജോലി കിട്ടാൻ ദുആ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ നല്ല ജോലി എത്രയും വേഗം പ്രദാനം ചെയ്യട്ടെ. ആ ജോലിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തൊക്കെ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസ്സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. ഫതുൽമുഇന്റെ സുന്ന ആയത്തുൻ, ഒരു ആയത്ത് ഓതൽ സുന്നത്താ നിസ്കരിക്കുമ്പോൾ. ഫഅക്സർ, അതിൽ ഒന്നോ ഒന്നിലധികമോ ആയത്ത് ഓതുക, അത് സുന്നത്താണ്. ഫൽ ഔലാ സലാസുൻ, ഏറ്റവും നല്ലത് എന്താണ്? 3 ആയത്ത് ഓതുകയാണ്.
ഒരായത്ത് ഓതുക അല്ലെങ്കിൽ ഒന്നിലധികം ആയത്ത് ഓതുക സുന്നത്താണ്. ഏറ്റവും നല്ല എന്താണ്? 3 ആയത്തെങ്കിലും ഓതുക, അതാണ് ഏറ്റവും നല്ലത്. ബഅദഹായി ബഅദൽ ഫാത്തിഹത്തി, ഫാത്തിഹക്ക് ശേഷം ഒരായത്ത് ഓതുക, ഏറ്റവും നല്ലത് 3 ആയത്ത് ഓതലാണ്. വയുസന്നു ലിമൻ ഖറഅഹ മിൻ അസ്നാഇ സൂറത്തിൻ അൽ ബസ്മലത്തു. അതാ, ഒരു സൂറത്തിന്റെ ഇടയിൽ വെച്ചിട്ട് ഒരാൾ ഓതുക നിൽക്കുക. ഒരു സൂറത്തിന്റെ ആദ്യം മുൽക്കല്ല, ഒരു സൂറത്തിന്റെ ഇടയിൽ നിന്ന് ഒരു ആയത്ത് എടുത്തിട്ടാണ് ഓതുന്നത്. എന്നാലും അതിന്റെ ആദ്യത്തിൽ ബിസ്മി ചൊല്ലൽ സുന്നത്തുണ്ട്. സൂറത്തിന്റെ ഇടയിലെ ഉദാഹരണം സൂറത്തുൽ ബഖറയാണ് ഓതുന്നത്, അലിഫ് ലാം മീം അവിടുന്നല്ല ഓതുന്നത്. പിന്നെ ഇടയിൽ തിൽക്കർ റുസുൽ ഫദ്ദല അവിടുന്ന് ഓതുന്നത് നിൽക്കുക. എന്നാലും ആ ഓതുന്ന സമയത്ത് ബിസ്മി ചൊല്ലൽ സുന്നത്തുണ്ട്. നസ്സ അലൈഹി ശാഫിഈ. വയഹ്സുലു അസ്ലു സുന്നത്തി ബിതക്രീരി സൂറത്തിൻ വാഹിദത്തിൻ ഫി റക്അതൈനി. ഇനി 2 റക്അത്തിന് ഒരേ സൂറത്ത് ഓതി നിൽക്കുക, എന്നാലും അസ്ലു സുന്നത്ത് കിട്ടും. 2 റക്അത്തിലും സൂറത്ത് ഓതുക എന്ന സുന്നത്തുണ്ടല്ല, അത് എന്നാലും ലഭിക്കും. ഉദാഹരണം പറയാൻ, ആദ്യത്തെ റക്അത്തിലും ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയത്, രണ്ടാമത്തെ റക്അത്തിലും ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി നിൽക്കുക, എന്നാലും അസ്ലു സുന്നത്ത് ലഭിക്കും. 2 റക്അത്തിലും സൂറത്ത് ഓതിയ പിന്നെ കൂലി കിട്ടും. പക്ഷെ ഏറ്റവും നല്ലത് 2 റക്അത്തിലും വേറെ വേറെ സൂറത്ത് ഓതലാണ് എന്ന് മാത്രം. വബി ഇആദത്തിൽ ഫാത്തിഹത്തി ഇല്ലം യഹ്ഫള് ഗൈറഹ. ഫാത്തിഹ അല്ലാതെ ഒരാൾക്ക് അറിയില്ല നിൽക്കുക, എന്നാൽ എന്ത് ചെയ്യുക? ഫാത്തിഹയെ മടക്കൽ കൊണ്ടും സൂറത്ത് ഓതിയ കൂലി കിട്ടും. ഒരാൾക്ക് ആകെ ഖുർആനിൽ എന്തേ അറിയുള്ളൂ? ഫാത്തിഹ മാത്രമേ അറിയുള്ളൂ നിൽക്കുക. എന്നാ ഫാത്തിഹ ആദ്യം ഓതുക, പിന്നെ സൂറത്തിന് പകരം ഫാത്തിഹനെ ഒന്നും കൂടി മടക്കി ഓതുക, എന്നാലും കൂലി കിട്ടും. അത് ആർക്കാ ചണ്ട? ഫാത്തിഹ മടക്കി ഓതിയാൽ സൂറത്ത് ഓതിയ കൂലി കിട്ടില്ല. ആർക്കേ ഉള്ളൂ? ഫാത്തിഹ അല്ലാത്ത ഒരു സൂറത്തും അറിയാത്ത ആൾക്കേ കിട്ടുള്ളൂ. നേരെ മറിച്ച് ഫാത്തിഹ അല്ലാത്ത വേറെ എല്ലാതും അറിഞ്ഞു നിൽക്കുക, എന്നാല് അവര് ഫാത്തിഹ മടക്കി ഓതിയാൽ സൂറത്ത് ഓതിയ കൂലി കിട്ടൂല. അതാണ് ഇല്ലം യഹ്ഫള് ഗൈറഹ. എന്ന് മാത്രമല്ല വബിഖിറാഅത്തിൽ ബസ്മലത്തി, ഇനി ബിസ്മി ഒന്ന് ഓതി നിൽക്കുന്നാലും കിട്ടും. ഫാത്തിഹ ഓതി കഴിഞ്ഞ ശേഷം ഒരാൾ എന്ത് ചെയ്ത് ബിസ്മി ഒന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊന്ന് ഓതി നിൽക്കും, എന്നാലും സൂറത്ത് ഒരായത്ത് ഓതിയ കൂലി കിട്ടും. കാരണം എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമുള്ള ഖുർആനിൽപ്പെട്ട ആയത്താണല്ലോ. അത് ഫാത്തിഹന്റെ ആദ്യത്തിലുള്ള ആയത്ത് എന്ന കരുത്തോടു കൂടി ആവരുത്. അപ്പൊ പിന്നെ ഫാത്തിഹ അല്ലാത്ത ആയത്ത് അറിയുന്ന ആളുകൾക്ക് ഫാത്തിഹ മടക്കി ഓതിയാൽ സൂറത്ത് ഓതിയ കൂലി കിട്ടുമല്ലോ. അപ്പൊ ആ നിലക്കല്ല, ഖുർആനിൽപ്പെട്ടൊരു ആയത്താണല്ലോ ഫാത്തിഹ അല്ല ബിസ്മി. ആ നിലക്ക് എന്ത് ചെയ്ത് ഒരാള് ഫാത്തിഹയ്ക്ക് ശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒന്നാണ് പറഞ്ഞു നിൽക്കുക, എന്നാൽ പിന്നെ അവിടെ ആയത്ത് ഓതിയ കൂലിയും കിട്ടുന്നതാണ്. വബിഖിറാഅത്തിൽ ബസ്മലത്തി ലാ ബിഖസ്ദി അന്നഹാ അല്ലതി ഹിയ അവ്വലുൽ ഫാത്തിഹത്തി. അങ്ങനെയൊക്കെയാണെങ്കിലും സൂറത്തുൻ കാമിലത്തുൻ, പൂർണ്ണമായൊരു സൂറത്ത്, ഹൈസുലം യരിദിൽ ബഅദ് വാരിദാവാത്ത സമയത്ത് കാമിലായ സൂറത്ത് അഫ്ളലാണ്. ഒരേ വലിയ സൂറത്തിൽ നിന്ന് അല്പം ആയത്തുകൾ ഓതുന്നതിനേക്കാളും ഏറ്റവും നല്ല എന്താണ്? പൂർണ്ണമായ സൂറത്ത് ഓതലാണ്. അത് ആ വലിയ സൂറത്തിൽ നിന്ന് കൂടുതൽ ആയത്തുകൾ ഓതുക. വലിയ സൂറത്തിൽ നിന്ന് ഇപ്പൊ അൽ ബഖറ സൂറത്തിൽ നിന്ന് കൂടുതൽ ആയത്തുകൾ ഓതുക, അതിനേക്കാളും നല്ല എന്താണ്? പിന്നെ ഒരു ചെറിയ സൂറത്താണെങ്കിലും ശരി ഒരു പൂർണ്ണമായ സൂറത്ത് ഓതലാണ് ഏറ്റവും അഫ്ളൽ. പാലാന ആ ബഅദ് വലിയ സൂറത്തിൽ നിന്ന് കുറച്ച് ആയത്തുകൾ ഓതല് പിന്നെ അത് കൂടുതലുണ്ടെങ്കിലും ശരി ചെറിയ സൂറത്ത് ഓതുന്നത്ര ഗുണമുള്ള കാര്യമല്ല. ചെറിയ സൂറത്താണെങ്കിലും ശരി ഒരു പൂർണ്ണമായ സൂറത്ത് ഓതലാണ് വലിയ സൂറത്തിൽ നിന്ന് കൂടുതൽ ആയത്തുകൾ ഓതുന്നതിനേക്കാളും അഫ്ളൽ. അതെപ്പോഴാണ്? ഹൈസുലം യരിദിൽ ബഅദു, ബഅദ് വാരിദാവാത്തടുത്താണ്. കമാഫി തറാവീഹിലൊക്കെ ഉള്ളത് പോലെ പൂർണ്ണമായ ഒരു സൂറത്ത് ഓതലാണ് അഫ്ളൽ. വലിയ സൂറത്തിൽ നിന്ന് കൂടുതൽ ആയത്ത് ഓതുന്നതിനേക്കാളും എന്ന് പറഞ്ഞാൽ എവിടെയാണ്? വലിയ സൂറത്തിൽ നിന്ന് കൂടുതൽ ആയത്തുകൾ ഓതൽ വാരിദാവാത്തയിടത്താണ്. ഉദാഹരണം പറയാം, തറാവീഹ് നിസ്കാരത്തില് പിന്നെ ഒരു ഖുർആന് പൂർത്തിയാക്കുക, 30 ദിവസം കൊണ്ടേ ഖുർആനാണ് പൂർത്തിയാക്കുക, അതാണ് ഏറ്റവും അഫ്ളൽ. അൽ ബഖറന്ന് കുറച്ച് ഓതുക, പിറ്റത്തെ ദിവസം ബാക്കിയുള്ളത് അതിന്റെ അങ്ങനെ ഖുർആൻ തറാവീഹ് നിസ്കാരം റമദാൻ പൂർത്തിയാകുമ്പോഴത്തേനും ഒരു ഖത്തം തീർക്കുക തറാവീഹ് നിസ്കാരത്തിലായിക്കൊണ്ട്, അതാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ വലിയ സൂറത്തിൽ നിന്ന് കൂടുതൽ ആയത്തുകൾ ഓതലാണ് അഫ്ളൽ. അങ്ങനെ പ്രത്യേകം വാരിദാവാത്ത സന്ദർഭങ്ങളിൽ ഏറ്റവും അഫ്ളൽ എന്താണ്? വലിയ സൂറത്തിൽ നിന്ന് കൂടുതൽ ആയത്തുകൾ ഓതുന്നതിനേക്കാളും നല്ലത് പിന്നെ ചെറുതാണെങ്കിലും ശരി ഒരു പൂർണ്ണമായ സൂറത്ത് ഓതലാകുന്നു.
വയുക്റഹു കറാഹത്താക്കപ്പെടും തെർക്കുഹ സൂറത്ത് ഓതലിനെ ഉപേക്ഷിക്കൽ കറാഹത്താക്കപ്പെടും. സൂറത്ത് ഓതാതെ ഒരു ഫാത്തിഹ ഓതി മാത്രം നിസ്കരിക്കുക, സൂറത്ത് ഓതാതെ, അത് കറാഹത്ത. റിആയത്തൻ ലിമൻ ഔജബഹ ചിലർ പറഞ്ഞു സൂറത്ത് ഓതൽ നിർബന്ധാന്ന് കൂടി പറഞ്ഞവരുണ്ട്. അവരെ അത് പരിഗണിച്ചിട്ടാണ് പിന്നെ സൂറത്ത് ഓതാതെ നിസ്കരിക്കൽ കറാഹത്താണെന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പൊ സൂറത്ത് ഓതുക, ഓതാതെ നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാകുമെങ്കിലും സൂറത്ത് ഓതാതെ നിസ്കരിക്കൽ, സൂറത്തിനെ ഉപേക്ഷിക്കൽ കറാഹത്താകുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു വിഷയം, യംബഗി അല്ലാ യഖ്റഅ ഗൈറൽ ഫാത്തിഹത്തി മൻ യൽഹൻ ഫീഹി ലഹനൻ യുഗയ്യിറുൽ മഅന. മഅന ഇടർച്ച വരുത്തുന്ന രീതിയിൽ പിഴക്കുന്ന ആളാ നിൽക്കുക. എന്നാൽ അയാൾ ഫാത്തിഹ മാത്രം ഓതി നിസ്കരിക്കലാണ് നല്ലത്. അയാൾ സൂറത്ത് ഓതാതിരിക്കലാണ് നല്ലത്. അയാളെ ഓതുമ്പൊക്കെ ആകെ തെറ്റേ ഓതുള്ളൂ അല്ലേ? എങ്ങനത്തെ തെറ്റ്? ഖുർആന്റെ അർത്ഥം തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള തെറ്റ് സംഭവിക്കും. അങ്ങനത്തെ ആളാണ്. അങ്ങനത്തെ ആൾ പിന്നെ സൂറത്ത് ഓതാൻ നിൽക്കരുത്. പിന്നെ എന്ത് ഓതുക? ഫാത്തിഹ മാത്രം ഓതുക. കാരണം എന്താണ്? ഫാത്തിഹ നിർബന്ധമാണ്. സൂറത്ത് ഓതാൻ നിർബന്ധമല്ല, സുന്നത്താണല്ലോ അല്ലേ? അപ്പൊ ഈ സുന്നത്തിന് വേണ്ടി ഖുർആന്റെ ആശയം തന്നെ മാറ്റുന്ന രീതിയിലുള്ള പഴക്ക് വെച്ചാല് അത് ചെയ്യാതിരിക്കലാണ്. വയമ്പക അത്യാവശ്യമാകും. ആ അത്യാവശ്യമാകുന്നതിന്റെ ഉദ്ദേശം നിർബന്ധം തന്നെയാണ് എന്ന്. അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നിർബന്ധം തന്നെയാണ്. അയാൾ അങ്ങനെ ഓതരുത് എന്ന്. അല്ല, വയമ്പക അല്ലാ യഖ്റഅ അവൻ ഓതരുത്. ഗൈറൽ ഫാത്തിഹത്തി ഫാത്തിഹ അല്ലാത്തത് ഓതരുത്. ആര്? മൻ ഒരുത്തൻ. അല്ലാ യഖ്റഅ മൻ ഒരുത്തൻ. എങ്ങനത്തെ ഒരുത്തനാണ്? യൽഹനു ഫീഹി ആ ഫാത്തിഹ അല്ലാത്തതിൽ അവൻ പഴക്കും. ലഹനൻ യുഗയ്യിറുൽ മഅന ഖുർആന്റെ മഅന അതിന്റെ അർത്ഥം മാറ്റിമറിക്കുന്ന രീതിയിൽ പഴക്കും. ഇപ്പൊ ഖാലിഖ് ഹാലിഖാൻ അല്ലേ? ഖാലിഖാൻ അല്ലാഹു തആലയാണ്, സൃഷ്ടാവുന്ന. ഹാലിഖാൻ അവസാനം എന്ന് അർത്ഥം അല്ലേ? അപ്പോ പിന്നെ എന്താണ് ഹാലിക്കായ എന്നാണ് കുട്ടി പാടുപാടിയുന്നില്ലേ നമ്മുടെ അല്ലേ? ഹാലിക്കായ റാസിക്കായ ഹാലിക്കൈ. ഹാലിഖിനാണ് ഈ കുട്ടികൾ ഹാലിക്ക് എന്ന് പറഞ്ഞത്. ഹലക്ക എന്നാണ് സൃഷ്ടിച്ചു, ഹലക്കാറാണ് ആകെ നാറി നശിച്ചു എന്നോ അല്ലേ? എന്താണ് ഈ ഉസ്താദുമാര് കുട്ടികൾക്ക് പാട്ടൊക്കെ പഠിപ്പിച്ചു നോക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടല്ലോ അതൊക്കെ. അപ്പൊ ആ അർത്ഥം മാറ്റിമറിക്കുന്ന രീതിയിൽ പഴക്കും സൂറത്ത് ഓതിയാൽ. അങ്ങനെയുള്ള ആളുകൾ സൂറത്ത് ഓതരുത് സ്കരിക്കുമ്പോ. പിന്നെ എന്ത് ചെയ്താൽ മതി? ഫാത്തിഹ മാത്രം ഓതിയാൽ മതി. ഫാത്തിഹ പിന്നെന്താണ്? ഓതാൻ ആണെങ്കിൽ നിർബന്ധമാണ്. അതെന്താ കാരണം? അന്നഹു യതകല്ലമു ബിമാ ലൈസ ബി ഖുർആനി ബിലാ ളറൂറത്തിൻ ഒരു ളറൂറത്തൊന്നും ഇല്ലാതെ, നിർബന്ധാവസ്ഥ ഒന്നും ഇല്ലാതെ തന്നെ ഖുർആൻ അല്ലാത്തതാണ് അല്ലാത്തത് കൊണ്ടാണ് അവൻ ഈ സംസാരിക്കുന്നത് അല്ലേ? നേരത്തെ ഫാത്തിഹ ആണെങ്കിലേ ഫാത്തിഹക്ക് ഇവിടെ ളറൂറത്തുണ്ട്. ഓതാൻ നിസ്കാരം സഹിയാവൂല. സൂറത്ത് അല്ലല്ലോ ഓതാഞ്ഞാലും നിസ്കാരം സഹിയാകും. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇപ്പൊ ഈ ഖുർആന്റെ ആശയം മാറ്റിമറിക്കുന്ന രീതിയിലുള്ള പഴക്കിലൊക്കെ പഴക്കുകയാണെങ്കിൽ അവൻ ഓതരുതെന്ന് അർത്ഥം. മുക്തദ കലാമിൽ ഇമാമി അൽ ഹുർമത്തുന. ഇങ്ങനെയുള്ള ആളുകൾ സൂറത്ത് ഓതിയാലേ അർത്ഥം പഴക്കുന്ന രീതിയിലൊക്കെ പിന്നെ മാറുന്ന രീതിയിലൊക്കെ പഴക്കും നിൽക്കുക. അങ്ങനത്തെ ആളുകൾ പിന്നെ സൂറത്ത് ഓതല് ഹറാമാണ് എന്നാ. അങ്ങനത്തെ ആളുകളെ സൂറത്ത് ഓതൽ ഹറാമാണ്. പിന്നെന്താണ്? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, പിതാവിന്റെ ആരോഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പിതാവിന് ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. സിഹത്തും ആഫിയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. സിഹത്തോടു കൂടി ആഫിയത്തോടു കൂടി അല്ലാഹുവിന്റെ ത്വാഅത്തിലായി ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. റേഡിയോ ശ്രോതാവിന്റെ ചോദ്യമാണ്. എന്റെ അനുജന് കുറെ ചോദ്യമല്ലട്ടാ ഇല്ല തോന്നട്ടെ. എന്റെ അനുജന് കുറെ ദിവസമായി തീരെ സുഖമില്ല. ക്ലാസ് റൂമിൽ വെച്ച് ദുആ ചെയ്യാൻ പ്രത്യേകം ആവശ്യപ്പെടുന്നു. റേഡിയോ ശ്രോതാവ് പറഞ്ഞത് വേറെ ഒരാൾ നമുക്ക് PM ചെയ്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ അനുജന് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്ത് രോഗമാണെങ്കിലും ശരി അദ്ദേഹത്തിന് ആ കുട്ടിക്ക് എത്രയും വേഗം പൂർണ്ണമായ ശിഫയും
അള്ളാഹുവിന്റെ ത്വാഅത്തിലായി ആഫിയത്തോടുകൂടെ ദീർഘായുസം പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്റെ അനുജന് തീരെ സുഖമില്ല. ഇതിനായിരിക്കും ഇല്ലേ? അങ്ങനെയാണ്. കുറെ കാണിച്ചു, ഒരു ഫലവും കിട്ടുന്നില്ല, ഫുഡ് കഴിക്കുന്നില്ല. ഉസ്താദ് ക്ലാസ് റൂമിൽ വെച്ച് പ്രത്യേകം ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ, സ്വഹത്തും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ, അല്ലാഹുവിന്റെ ത്വാഅത്തിലായി ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, നായിനെ നനവുള്ള സമയത്ത് മാത്രമാണോ തൊടൽ ഹറാം? ഉസ്താദെ, വലിയ അശുദ്ധി. തൊടല് ഹറാമൊന്നുമില്ല, നായ തൊടല് ഹറാമൊന്നുമില്ല. നായ നജസാണ് അല്ലേ? അതെപ്പോഴാണ്? ആ നായയുടെ ശരീരത്തിൽ ആ തൊടുന്ന സ്ഥലത്ത് നനവുണ്ട്, അല്ലെങ്കിൽ തൊടുന്ന ആളുടെ കൈമലോ അല്ലെങ്കിൽ അയാൾ തൊടുന്ന ആ സ്ഥലത്ത് എന്തുണ്ട്? നനവുണ്ട്. അങ്ങനെ തൊട്ടെങ്കിലേ നജസാവുള്ളൂ എന്ന്. ഇപ്പൊ നായനെ തൊടുകയാണ്, ആളുടെ കൈമെന്തുണ്ട്? നനവുണ്ട്. ആ നനവോട് കൂടിയാണ് നായയെ തൊടുന്നത്. എന്നാൽ ആ കൈമൽ എന്താവും? നജസാവും. പിന്നെ ആ കൈ എന്ത് വേണം? 7 പ്രാവശ്യം കഴുകണം. 1 പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. അതിൽ തൊടുന്ന ആളുടെ കൈമ നനവൊന്നുമില്ല, പക്ഷെ നായന്റെ മേത്ത് നനവുണ്ട്. എന്നാലും അങ്ങനെ തന്നെ. അതേസമയത്ത് തൊടുന്ന ആളുടെ പിന്നെ ആ തൊടുന്ന ഭാഗത്തോ അത് നായയുടെ ശരീരത്തിലോ നനവില്ല നിൽക്കുക, അങ്ങനെ തൊടുന്നത്. എന്നാൽ അതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല. പിന്നെ അയാളെ ആ തൊട്ട ഭാഗത്ത് നജസാവുകയും ഇല്ല. പിന്നെന്താണ് ഉസ്താദെ, വലിയ അശുദ്ധി കൊണ്ട് ഹറാമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഖുർആൻ പാരായണം ചെയ്യാമോ? ഇല്ല. വലിയ അശുദ്ധി കൊണ്ട് ഹറാമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ജനാബത്ത് ഉണ്ടായി നിൽക്കുക. ജനാബത്ത് വയഹറുമു ബിൽ ജനാബത്തി അല്ലേ? ജനാബത്ത് കൊണ്ട് ഹറാമാകും. അൽ മഖ്സു ഫിൽ മസ്ജിദി, പള്ളി താമസിക്കൽ ഹറാമാകും. വഖിറാഅത്തു ഖുർആനിൻ ബിഖസ്ദിഹി, കണ്ടില്ലേ? ഖുർആൻ എന്ന കരുത്തോട് കൂടി ഓതൽ. വലോ ബഅദ ആയത്തിന്, അതൊരു ആയത്തിൽ നിന്ന് ബഅദാണെങ്കിലും ശരി, അല്പമാണെങ്കിലും ശരി. അപ്പോ ഖുർആൻ ഓതുന്നു എന്ന കരുത്തോട് കൂടി എന്ത് ചെയ്തു? ഖുർആൻ ഓതാൻ പാടില്ല വലിയ ശുദ്ധിക്കാർക്ക്. അതുപോലെ തന്നെ പള്ളി താമസിക്കാൻ പാടില്ല, പിന്നെ നിസ്കരിക്കാൻ പാടില്ല അല്ലേ? ചെറിയ ശുദ്ധി കൊണ്ട് ഹറാമാണ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. ചെറിയ ശുദ്ധി കൊണ്ട് ഹറാമാണ് കാര്യങ്ങൾ. നിസ്കരിക്കാൻ പാടില്ലല്ലോ, തവാഫ് ചെയ്യാൻ പാടില്ലല്ലോ, ചെറിയ ശുദ്ധി ഉണ്ടെങ്കിൽ, ഒന്നുമില്ലെങ്കിൽ. അപ്പൊ അത് വലിയ ശുദ്ധി ഉണ്ടാകുമ്പോഴും നിസ്കരിക്കാൻ പാടില്ല, തവാഫ് ചെയ്യാൻ പാടില്ല. അതിനൊക്കെ പുറമെ എന്നും പാടില്ല, പള്ളി താമസിക്കാനും പാടില്ല. ചെറിയ ശുദ്ധി ഒന്നുമില്ലാത്ത ആൾക്ക് പള്ളി താമസിക്കാം. എന്നാൽ വലിയ ശുദ്ധിക്കാർക്ക് പള്ളി താമസിക്കാൻ പറ്റില്ല. ഒന്നുമില്ലാത്ത ആൾക്ക് ഖുർആൻ തൊടാതെ ഓതാം. എന്നാൽ വലിയ ശുദ്ധിക്കാർക്കോ ഖുർആൻ ഓതാനും പാടില്ല. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അവസാന തഹിയ്യാത്തിൽ ചന്തി നിലത്ത് വെക്കൽ നിർബന്ധമാണോ? സൗദിയിൽ 99% ആളുകൾ ചെയ്യാറില്ല എന്നാണ് എന്റെ അനുഭവം. അവസാനത്തെ തഹിയ്യാത്തിൽ ചന്തി ഉണ്ടല്ലോ, ചന്തി നിലത്ത് വെക്കൽ നിർബന്ധമല്ല, സുന്നത്താണ്. തവറുക്കിന്റെ ഇരുത്തുണ്ട്. അവസാനത്തെ തഹിയ്യാത്തിൽ ഇരിക്കലേ ഇടത്തെ ചന്തി അല്ലെ, അവന്റെ ചന്തി കൊണ്ട് നിലത്ത് പതിച്ചു വെച്ചുകൊണ്ട്, പിന്നെ വലത്തെ കാല് നാട്ടി വെച്ചുകൊണ്ട്, ഇടത്തെ കാല് ആ വലത്തെ കാലിന്റെ താഴ്ഭാഗത്ത് കൂടെ കടത്തിക്കൊണ്ട് ഉള്ള ഇരുത്തം, അതാണ് തവറുക്കിന്റെ ഇരുത്തം. അവസാനത്തെ തഹിയ്യാത്തിൽ സുന്നത്തായ ഇരുത്തം അതാണ്. ചന്തി നിലത്ത് വെക്കുക, വലത്തെ കാല് നാട്ടി വെക്കുക അല്ലേ? എന്നിട്ട് ആ വലത്തെ കാലിന്റെ താഴ്ഭാഗത്ത് കൂടി ഇടത്തെ കാലിന്റെ പാദം അങ്ങോട്ട് പുറത്തേക്ക് കടത്തുക. ആ രീതി ഇരിക്കലാണ് സുന്നത്ത്. ഇനി അതല്ലാതെ ഒരാൾ ഇത് ആദ്യത്തെ തഹിയ്യാത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ അവസാനത്തെ തഹിയ്യാത്തിന് ഇരുന്ന് വെക്കുക, എന്നാലും കുഴപ്പമൊന്നുമില്ല, അത് നിസ്കാരം സഹിയാവുകയൊക്കെ ചെയ്യും. പക്ഷെ സുന്നത്ത് മറ്റതാണ്. ഇഫ്തിറാഷിന്റെ ഇരുത്തം ആദ്യത്തെ തഹിയ്യാത്തിൽ ഇരിക്കുക, തവറുക്കിന്റെ ഇരുത്തം അവസാനത്തെ തഹിയ്യാത്തിൽ ഇരിക്കുക, അതാണ് സുന്നത്ത്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. വലിയ മാനസിക വിഷമം ഉള്ള അവസ്ഥയിൽ ആകുന്നു. ഈമാൻ കിട്ടി മരിക്കോ ഇല്ല എന്നുള്ള കാര്യത്തിൽ പേടി ഉണ്ടാകുക എന്നുള്ളത് തന്നെ നല്ലൊരു കാര്യമാണ് അല്ലേ? പടച്ചോന്റെ ഈമാൻ സലാമത്തായി കിട്ടൂലേ എന്നൊരു ഭയം ഓരോ മനുഷ്യനും ഉണ്ടാവുക, അത് ആ ആളുടെ ഈമാന്റെ ലക്ഷണമാണ്. ആ ആൾക്ക് ഈമാൻ ഉണ്ടെന്ന് അതിന്റെ അർത്ഥം. ഈമാൻ എന്നില്ലാത്ത ആൾക്ക് പിന്നെ എങ്ങനെ വെച്ചാലും വേണ്ടാനുള്ള ആ കാര്യത്തിൽ വേജാറുണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് ആ കാര്യത്തിൽ വല്ലാത്ത മാനസികമായ വിഷമുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെയും നമ്മളെല്ലാവരെയും
പൂർണ്ണ ഈമാനോടുകൂടി മരിപ്പിക്കട്ടെ. നമ്മളെ മാത്രമല്ല നമ്മോട് ബന്ധപ്പെട്ട ആളുകളൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൂർണ്ണ ഈമാനോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിപ്പിച്ചുകൊണ്ട് മരിപ്പിച്ചു തരട്ടെ. നമ്മുടെ ആഖിബത്ത് പടച്ചു നന്നാക്കി തരട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സമയം കുറെ വൈകില്ലേ? അസ്സലാമു അലൈക്കും. ഞാൻ താഴണ്ടില്ലേ. ഞാൻ ബൈലക്സിൽ അധികം വരാറില്ല. റേഡിയോ ശ്രോതാവായി കേൾക്കാറുണ്ട്. എന്റെ സഹോദരിക്ക് കല്യാണം ആലോചിക്കുന്നുണ്ട്. പെട്ടെന്ന് ശരിയാവാൻ വേണ്ടി ക്ലാസ് റൂമിൽ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ സഹോദരിക്ക് അനുയോജ്യനായ നല്ലൊരു സൽസ്വഭാവിയായ ദീനിയായ അവളെ സ്നേഹിക്കുന്ന അവൾക്ക് സമാധാനം നൽകുന്ന നല്ലൊരു ഒരു വരനെ നൽകട്ടെ. എത്രയും വേഗം പഠിച്ചാൽ നൽകട്ടെ. എന്നിട്ട് അവളെയും അവളുടെ കുടുംബത്തെയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷിപ്പിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഇപ്പൊ ളുഹ്റുസ്കാരം കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് മുമ്പ് ഇവിടെ ഒരാൾ വന്നു. എന്റെ റൂമിൽ ഒരാൾ വന്ന്, ഒരു വയസ്സായ ഒരാള്. അയാൾക്ക് 3 ആൺകുട്ടികളും 3 പെൺകുട്ടികളുമാണ്. ദുആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് 3 കുട്ടികളെ കെട്ടിച്ച 3 കെട്ടിച്ചിട്ടില്ല. പ്രായത്തിലേക്കാണ്. മൂത്ത 2 കുട്ടികൾക്ക് 30 വയസ്സൊക്കെ ആയിക്കാണ്. മൂത്തത് 2 30 വയസ്സായി. അപ്പൊ ഞാൻ ഇരട്ട പറ്റാൻ എന്താണെന്ന് അറിയില്ല. മൂത്തവർക്ക് 2 30 വയസ്സായിക്കണ്. പിന്നെ അതിന്റെ താഴെ പെൺകുട്ടി അതിന് 22 വയസ്സായിക്കണ്. ആൺകുട്ടികൾ 3 അതിന് താഴെയാണ്. പടച്ചോനെ എന്താണ് ഇപ്പൊ അതൊക്കെ കേൾക്കാൻ തന്നെ വയ്യ. 10-30 വയസ്സായ കുട്ടികളെ കെട്ടിച്ചിട്ടില്ല. അതിന് പുറമെ കുറെ കടമുണ്ട് പറഞ്ഞു. നിങ്ങൾക്ക് ഇങ്ങനെ കടക്കെ വന്നെന്ന് വെച്ചപ്പോ മൂപ്പർക്ക് സുഖമില്ല. അപ്പൊ ജീവിക്കണ്ടേ. അപ്പൊ അതിനിങ്ങനെ കടം വാങ്ങിട്ട് മറ്റേ കുറേട്ടാ ഇങ്ങനെ കടവും. അപ്പൊ അങ്ങനൊക്കെ എന്തെല്ലാം വിഷമുള്ള ആളുകളല്ലേ. സുഖമില്ല ആൾക്ക്, മാനസികമായിട്ട് ഒരു പ്രയാസമുള്ള ആളാണ്. ഇടയ്ക്കൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരു സ്ഥലത്ത് ജോലിക്കും അങ്ങനെ നിൽക്കാനൊന്നും വയ്യാനും. മാനസിക പ്രശ്നമുള്ള ആളാണ്. പിന്നെ ജോലിക്കാരെ നിർത്തും. അപ്പൊ അങ്ങനത്തെ പ്രശ്നം. പിന്നെ കുടി ചെലവ് ചെയ്യണ്ടേ. അപ്പൊ ആൾക്കാരിന് കടം വാങ്ങും. അപ്പൊ ആ കടം വീട്ടണം. കുട്ടികൾ 30 വയസ്സായ കുട്ടികളെ കെട്ടിക്കാതെ അല്ലേ. ഞാൻ കുട്ടികളെ കാണാൻ എന്തൊക്കെ പാട് അതും അറിയില്ല. അയാളെ കാണുമ്പോ അത്രയൊന്നും അങ്ങനെ. അപ്പൊ ചിലപ്പോ കുട്ടികളും അങ്ങനെയൊക്കെ തന്നെയാണാവോ. പടച്ചറത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിന് രക്ഷ നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പറയുന്ന ഒരു പണിയില്ലാത്ത കാര്യമാണല്ലോ അല്ലേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ കുട്ടികൾക്കൊക്കെ അദ്ദേഹത്തിന്റെ മക്കൾക്കൊക്കെ അനുയോജ്യരായ ഇണകളെ വേഗം നൽകി അവർക്ക് സമാധാനം നൽകട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഫറജും റാഹത്തും സന്തോഷമൊക്കെ നൽകട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ്. ഇമാമോട് കൂടി അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇമാമോട് കൂടി തന്നെ നിസ്കാരം തുടങ്ങി. വജ്ജഹത്ത് ഓതിക്കൊണ്ട് ഫാത്തിഹ ഫുൾ ഓതാൻ കഴിഞ്ഞില്ല. നിസ്കാരം ശരിയാകുമോ ഉസ്താദെ? ഇമാമിനോട് കൂടി മസ്ബൂക്കായ ആളാണ്. അതായത് ഇമാമിന്റെ കൂടി തുടർന്ന ആ റക്അത്തില് ഫാത്തിഹ പൂർത്തിയായി കിട്ടൂല എന്ന് അറിയുന്ന ആളാണ് എങ്കിൽ അയാളെന്ത് ചെയ്യരുത്. അയാൾ പിന്നെ അവിടെ വജ്ജഹത്തൊന്നും ഓതരുത്. അയാൾ വേഗം ഫാത്തിഹ തക്ബീറത്ത് കയറാൻ കിട്ടിയ ഉടനെ തന്നെ വേഗം ഫാത്തിഹ ഓതുകയാണ് വേണ്ടത്. ഇവനെ നിസ്കാരം ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഇമാം നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരവസ്ഥയുള്ളത്. അപ്പൊ അവിടെ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിയ ഉടനെ വേഗം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിസ്മി മുതൽക്ക് അഴുതൊന്നും ഓതാതെ ബിസ്മി മുതൽക്ക് ഫാത്തിഹ തുടങ്ങാണ് വേണ്ടത്. അങ്ങനെ ഫാത്തിഹ പൂർത്തിയാക്കുന്നതിന്റെ മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്ത് അവൻ ഇമാം എന്ത് ചെയ്ത് റുക്കൂ ചെയ്തു. എന്നാ ഇമാമിനോട് കൂടെ അവൻക്കൊണ്ട് റുക്കൂ ചെയ്യാം. പിന്നെ അവന്റെ ഫാത്തിഹന്ന് ബാക്കിയുള്ളതോ ഫാത്തിഹന്ന് ബാക്കിയുള്ളത് അവന്റെ ഇമാമ് ചുമക്കും. മനസ്സിലാവുണ്ടാവൂലല്ലേ? അപ്പൊ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയ ഉടനെ തന്നെ അവൻ വേണ്ടത് ഫാത്തിഹ ഓതുകയാണ്. അഊദും കൂടി ഓതാതെ. കാരണം എന്താ, അഊദ് ഓതൽ സുന്നത്താ, നിർബന്ധമല്ല. ബിസ്മി മുതൽക്കാണ് ഫാത്തിഹ. ആ ബിസ്മി മുതൽക്കാണ് ഓതാണ് വേണ്ടത്. അങ്ങനെ ഫാത്തിഹ പൂർത്തിയാണതിന് മുമ്പായി ഇമാം റുക്കൂ ചെയ്തു. എന്നാൽ പിന്നെ അവൻ അവിടെ ഫാത്തിഹ പൂർത്തിയാക്കണ്ട. അവൻ ഇമാമിനോട് കൂടെ റുക്കൂ ചെയ്യുക. നേരെ മറിച്ച് അവൻ നിർബന്ധമില്ലാത്ത കാര്യം ആദ്യം ചെയ്തു. വജ്ജഹത്ത് ഓതി നിൽക്കുക. വജ്ജഹത്ത് ഓതി എന്നാലോ അപ്പൊ അവിടെ അങ്ങനെ എന്ത് ഫാത്തിഹ പൂർത്തിയാണതിന് മുമ്പ് തന്നെ ഇമാമാണ് റുക്കൂ ചെയ്തു. വജ്ജഹത്ത് ഓതി പിന്നെ ഫാത്തിഹയ്ക്ക് പ്രവേശിച്ച് ഫാത്തിഹ പൂർത്തിയാണതിന് മുമ്പായിട്ട് ഇമാം റുക്കൂ ചെയ്തു. എന്നാൽ ഇമാമിനോട് കൂടി അവൻ റുക്കൂ ചെയ്യരുത്. പിന്നെന്ത് വേണം? ആ വജ്ജഹത്ത് ഓതിയില്ലേ, ആ വജ്ജഹത്ത് ഓതി ആ ഖദർ ഫാത്തിഹയിൽ നിന്ന് ഓതി കഴിഞ്ഞ ശേഷമേ അവൻ റുക്കൂ ചെയ്യാവൂ.
അപ്പൊ 2-3 ആയത്തും കൂടി വജ്ജഹത്തു വജ്ഹിയ ആ സമയം കൊണ്ട് 3-4 ആയത്ത് ഫാത്തിഹ ഓതാലല്ലേ. ഏതായാലും ശരി, അവൻ വജ്ജഹത്തുവിൽ നിന്ന് അവൻ ഓതിയതിന്റെ ആ ഖദർ അത്രയും കൂടി ഫാത്തിഹയിൽ നിന്ന് ഓതിയതിനു ശേഷമേ അവൻ റുക്കൂ ചെയ്യാവൂ എന്നർത്ഥം. അതിനുവേണ്ടി അവൻ എത്ര വരെ പിന്താം? അതിനുവേണ്ടി അവൻ എത്ര വരെ പിന്താം? ഇമാമ് റുക്കൂ ചെയ്ത്, ഇമാമ് പിന്നെ ഇഅ്തിദാലും ചെയ്ത്, അല്ലേ? പിന്നെ ഇമാമ് റുക്കൂ സുജൂദിലേക്ക് പോയിരിക്കുന്നു. അതിന് മുമ്പായി അവൻ എന്ത് ചെയ്താൽ മതി? അതിന് മുമ്പായി അവൻ ഇമാമ് ഇവനേക്കാളും 2 റുക്കിന് കൊണ്ട് ഇവനേക്കാളും ഇമാമിന് മുമ്പിൽ പോവാം. അതിനേക്കാളും കൂടുതലുള്ളത് കൊണ്ട് ഇമാമ് ഇവന്റെ മുമ്പിൽ പോകരുത്. അതിനു മുമ്പായി അവൻ അത് ഫാത്തിഹ പൂർത്തിയാക്കിക്കൊണ്ടെന്നല്ല, ആ വജ്ജഹത്തുവിന്റെ ഖദറും കൂടി ഫാത്തിഹയിൽ നിന്ന് ഓതാൻ നിർബന്ധമാണല്ലോ, ആ ഓതിക്കൊണ്ട് അവൻ റുക്കൂ ചെയ്യണം. അത് പൂർത്തിയാക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്യാം? ഇമാമിനേക്കാളും 2 റുക്കിന് കൊണ്ട് പിന്താം. അതായത് ഇമാം റുക്കൂ ചെയ്തു, ഇമാം ഇഅ്തിദാലും ചെയ്തു, ഇനി ഇമാം സുജൂദിലേക്ക് പോവാണ്. അതിന്റെ മുമ്പായി അവൻ എന്ത് ചെയ്താൽ മതി? റുക്കൂ ചെയ്താൽ മതി. അതിന്റെ മുമ്പായിട്ട് അവൻ ഇത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല നിൽക്കുന്നാലോ, എന്നാ പിന്നെ അവൻ എന്ത് ചെയ്യണം? വേഗം റുക്കൂലേക്ക് പോകണം. പിന്നെ അല്ലേ റുക്കൂലേക്ക് പോകല്ല. ആ സൂറത്തിന്റെ വജ്ജഹത്തുവിന്റെ ഖദർ പൂർത്തിയാക്കാൻ വേണ്ടിയേ നിൽക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും ഇമാം റുക്കൂഉം ചെയ്തു, ഇമാം ഇഅ്തിദാലും ചെയ്തു, അപ്പോഴും അവന്റെ അത് പൂർത്തിയാക്കൽ കഴിഞ്ഞില്ല. എന്നാൽ പിന്നെ ഇമാമിന് സുജൂദിക്കല്ലേ പോകണം, ഇവനും സുജൂദിക്കാൻ പോവുക. പക്ഷെ അവൻ എന്തിട്ട് പിന്നെ ആ റക്അത്ത് കിട്ടിയില്ല. പിന്നെ ഇമാം സലാം വീട്ടി കഴിഞ്ഞ ശേഷം അവൻ ഒരു റക്അത്ത് കൊണ്ട് നിസ്കരിക്കണം. മനസ്സിലായല്ലേ? അപ്പൊ 2 റുക്കിന് കൊണ്ട് ഇമാമ് ഇവന്റെ മുമ്പിൽ പോവാം. അതിനേക്കാൾ അപ്പുറം ഉള്ളതിലേക്ക് ഇമാമ് പോവാണ്. ഇവന്റേതാണെങ്കിലും പൂർത്തിയായിട്ടില്ലെങ്കിൽ അവൻ പിന്നെ ഇമാം എന്തിലേക്കാണ് പോകുന്നത് അതിലേക്ക് ഇവനും പോകണം. ഇമാമ് സലാം വീട്ടി കഴിഞ്ഞ ശേഷം ഇവൻ ഒരു റക്അത്ത് കൊണ്ട് നിസ്കരിക്കണം. നേരെ മറിച്ച് ഇവൻ ബത്ഈഉൽ ഖിറാഅത്തൊക്കെയാണ്, ഉസ്റുള്ളവനാണ് ഇവനെ ഉസ്റുള്ളവനാണ്. അവനക്ക് പെട്ടെന്ന് ഓതി തീർക്കാൻ സാധിക്കൂല, അങ്ങനത്തെവനാണ് ഇവൻ. വളരെ സാവധാനത്തിൽ ഓതാൻ അവനക്ക് സാധിക്കുള്ളൂ. ചില ആളുകളുണ്ട് അങ്ങനെ പെട്ടെന്ന് ഓതാൻ ഒരു സാധിക്കൂല. ഹർഫുകളൊക്കെ ഇങ്ങോട്ട് ഒരു ഒഴുക്കിട്ടൂല. എനിക്ക് തന്നെ ഉണ്ട്, എനിക്ക് വേറെ ആളെ സംസാരിക്കാൻ മാതിരി എനിക്കുണ്ട്. ഇങ്ങോട്ട് എന്തായാലും പറയാൻ ഒഴുക്കോട് കൂടി സംസാരിക്കാൻ സാധിക്കൂല എനിക്ക്. ഇപ്പൊ തന്നെ ഞങ്ങൾ സംസാരിക്കുമല്ലേ അല്ലെ, ഇടക്കൊക്കെ ഇങ്ങനെ ഒരു ബുക്ക് അങ്ങനെ അത് ചില പ്രകൃതിയാണ് ഇപ്പൊ അങ്ങനെ. അപ്പൊ ചില ആളുകൾക്ക് അങ്ങനെ വളരെ വേഗം, വളരെ ഒഴുക്കോട്, വളരെ ശുദ്ധമായ രീതിയിൽ തന്നെ വളരെ ഒഴുക്കോട് കൂടി സംസാരിക്കാൻ സാധിക്കും ചില ആളുകൾക്ക്. അപ്പൊ ഇവനാളാണെങ്കിലും അങ്ങനെ പെട്ടെന്ന് ഓതാൻ സാധിക്കാത്തൊരു മനുഷ്യനാണ്. അപ്പൊ അങ്ങനെ ഉള്ള ആളാണ് എങ്കിൽ തവീലായ 3 റുക്കിന് കൊണ്ട് ഇമാമിന്റെ പിന്നിലാവാൻ അവന്. തവീലായ 3 റുക്കിന്, അതിനേക്കാളും അപ്പുറം ആവാനാ മതി. അപ്പൊ ഇമാം റുക്കൂ ചെയ്ത് ഇമാം ഇഅ്തിദാൽ കൂട്ടില്ല, അത് ഖസീറായ റുക്കിനാണ്. പിന്നെ ആദ്യത്തെ സുജൂദ് ചെയ്തു, അപ്പൊ 2 റുക്കിനായി. 2 സുജൂദിനുള്ള ഇരുത്തം കൂട്ടില്ല, അത് ഖസീറാണ്. പിന്നെ 2ാമത്തെ സുജൂദ് 3 റുക്കിനായിപ്പോ. 2ാമത്തെ സുജൂദും കഴിഞ്ഞ ശേഷം ഇനി ചിലപ്പോൾ അവൻ എന്തായിരിക്കും? അത്തഹിയാത്തിൽ ഇരിക്കായിരിക്കും ഇമാമ്, അതല്ലെങ്കിൽ അടുത്ത റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കായിരിക്കും. അതുവരേക്കും ഇവന്റെ ഫാത്തിഹ ഓത്ത് അല്ലെങ്കിൽ സൂറത്തിൽ നിന്ന് ഫാത്തിഹയിൽ നിന്ന് അവൻ ആ വജ്ജഹത്തുന്റെ ഖദർ ഓതൽ പൂർത്തിയായിട്ടില്ല നിൽക്കുക. എന്നാൽ പിന്നെ അവൻ അവിടെ പൂർത്തിയാക്കാൻ നിൽക്കരുത്. പിന്നെ ഇമാം ഏതൊന്നിലേക്കാണോ പോകുന്നത് അതിലേക്ക് അവനും ആണ് പോകണം. ഇമാം അത്തഹിയാത്തിൽ നിൽക്കുകയാണെങ്കിൽ ഇവന് അത്തഹിയാത്തിലാണ് ഇരിക്കുക. ഇമാം അടുത്ത റക്അത്തിലേക്ക് നിൽക്കുകയാണെങ്കിൽ പിന്നെ അവൻ ആ നൃത്തത്തിൽ തന്നെ അവിടെ നിൽക്കുക. അപ്പൊ അവന് ഒരു റക്അത്ത് കിട്ടിയിട്ടില്ല ഇനി. അപ്പോൾ ആ ഇമാം സലാം വീട്ടി കഴിഞ്ഞ ശേഷം അവന് ഒരു റക്അത്ത് കൊണ്ട് നിസ്കരിക്കുകയും വേണം. ഇതാണ് ഇപ്പൊ എന്റെ മസാല. മനസ്സിലായിട്ടാണ് കരുതുന്നു. ഇനിയും കുറെ ഉണ്ട്. പിന്നെ ഇനി ഇൻഷാ അല്ലാഹ് സമയം ഇവിടെ അസറിക്കുള്ള തയ്യാറെടുപ്പിന്റെ സമയമായിട്ടുണ്ട്. ഇനിയുള്ള PM-നൊക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് PM-ലൂടെ മറുപടി നൽകാൻ ശ്രമിക്കാം. ബാക്കിയുള്ളത് ഇൻഷാ അല്ലാഹ് നാളെ മൈക്കെടുക്കുന്ന സമയത്ത് വിവരിക്കുകയും ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു ഇതുവരെ പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു നാം ചെയ്യുന്ന അമലുകളൊക്കെ അതൊക്കെ പോരായ്മകൾ ഉള്ളതാണെന്ന് അറിയാം. പക്ഷെ ആ പോരായ്മകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹദായ ഫദ്ൽ കൊണ്ട് പരിഹരിച്ചുകൊണ്ട് അതൊക്കെ പൂർണ്ണമായും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും അതിനൊക്കെ പൂർണ്ണമായ പ്രതിഫലം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം അല്ലാഹു അതിന്റെ മഹദായ ഫദ്ൽ കൊണ്ട് പുറത്തു തരട്ടെ.
ഇനിയുള്ള ബാക്കിയുള്ള കാലം അള്ളാഹുവിന്റെ ത്വാഅത്തിലായി മാത്രം ജീവിക്കാതെ തൗഫീഖ് നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു വിവാഹപ്രായം എത്തിയ ആ കുട്ടികൾക്ക് അവരോട് അനുയോജ്യരായ ഇണകളെ നൽകി അവരെയും അവരുടെ കുടുംബത്തെയും അള്ളാഹു സമാധാനിപ്പിക്കട്ടെ. രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. ജോലിയില്ലാത്തവർക്ക് ഹലാലായ ഹൈറായ നല്ല ജോലിയും അതിൽ ഹൈറും ബർക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ജോലിയുള്ളവർക്ക് അവരുടെ ജോലിയിൽ അള്ളാഹു ഹൈറും ബർക്കത്തും മനസ്സിന് സമാധാനം പ്രദാനം ചെയ്യട്ടെ. കച്ചവടക്കാരുടെ കച്ചവടത്തിൽ അള്ളാഹു ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. പല ആളുകളും ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടു. എന്തൊരു വിഷയത്തിന് വേണ്ടിയാണ് അവർ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി കൊടുക്കട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാവരുടെയും ആഖിബത്ത് നന്നാക്കി തരട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആരെങ്കിലും ഒരാൾ റൈസ് ചെയ്യ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആരെങ്കിലും റൈസ് ചെയ്യ്. ആരുല്ലേ? ഇൻഷാ അല്ലാഹ്.